BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കാൻ സർക്കാർ ഉപസമിതി. റിപ്പോർട്ട് 2 ആഴ്ചക്കകം സർക്കാരിന് സമർപ്പിക്കും. പില്ലറിലും തുരങ്കത്തിലും പാത പോകുന്നത് ഗുണകരമാകുമെന്നാണ് ഉപസമിതിയുടെ വിലയിരുത്തൽ. ശ്രീധരൻ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ നടപ്പാക്കാൻ സാധിക്കുന്നതാണെന്നും ഉപസമിതി വിലയിരുത്തുന്നുണ്ട്. പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും ഉപസമിതി പറയുന്നു. ഉപസമിതിയുടെ സംശയങ്ങളിൽ ശ്രീധരൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകി. ശ്രീധരൻ പ്രപ്പോസൽ മുഖ്യമന്ത്രി VD സതീഷിന് മുൻപാകെ സമർപ്പിച്ചതിന് പിന്നാലെ ഇതേപ്പറ്റി പഠിക്കാൻ 4 അംഗ ഉപസമിതിയെ നിയോഗിക്കുകയായിരുന്നു. ഗതാഗത സെക്രട്ടറി TV അനുപമ, ദക്ഷിണ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ J വിനയൻ, സാമ്പത്തിക വിദഗ്ധൻ Dr. T വീരമണി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ഈ ഉപസമിതി 5 തവണ യോഗം ചേർന്നു. ശ്രീധരൻ സമർപ്പിച്ച ഇന്ററിംഗ് റിപ്പോർട്ടിൽ ഉപസമിതിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇതിനു പുറമെ തുക എന്തിനൊക്കെ ചെലവഴിക്കുമെന്നത് സംബന്ധിച്ചും ഉപസമിതിക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന ഉപസമിതിയുടെ ആവശ്യം മുൻനിർത്തിയായിരുന്നു ശ്രീധരന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ എത്തി വിശദീകരണം നൽകിയത്. ഇക്കാര്യങ്ങൾ അടക്കം ഉപസമിതി വീണ്ടും പരിശോധിക്കും. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ ഉയരില്ലെന്നാണ് ഉപസമിതിയുടെ വിലയിരുത്തൽ. ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ ചെയ്യാൻ കഴിയുന്ന പ്രോജക്റ്റായിരിക്കും ഇതെന്നും ഉപസമിതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്രീധരൻ നൽകിയിരിക്കുന്ന പ്രപ്പോസൽ പ്രകാരം തുരങ്കപാത വരുന്ന പൂജപ്പുര മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ 20 കിലോമീറ്റർ ആയിരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഭാഗത്ത് നിലവിൽ എലിവേറ്റഡ് പാതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് മാറ്റേണ്ടി വരുമെന്നാണ് ഉപസമിതി ചൂണ്ടിക്കാട്ടുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇവിടെയും തുരങ്കപാതയാക്കേണ്ടി വരുമെന്നും ഉപസമിതി പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രീധരൻ പറഞ്ഞത് അനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും ഉപസമിതി വിലയിരുത്തുന്നുണ്ട്. 2 തവണ കൂടി ഉപസമിതി യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. ഇക്കഴിഞ്ഞ മെയ് 29-ന് മുഖ്യമന്ത്രി VD സതീഷിനെ നേരിട്ട് കണ്ടായിരുന്നു ശ്രീധരൻ പ്രപ്പോസൽ സമർപ്പിച്ചത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പൊന്നാനി MLA KP നൌഷാദ് അലിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ജനുവരി 24 വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി ശ്രീധരൻ അവതരിപ്പിച്ചത്. സ്റ്റേഷനുകൾ അടക്കം വിശദമായ പ്ലാൻ ആയിരുന്നു ശ്രീധരൻ അവതരിപ്പിച്ചത്. 14 സ്റ്റേഷനിലായിരിക്കും ആദ്യ പ്ലാൻ എന്നായിരുന്നു ശ്രീധരൻ പറഞ്ഞത്. അത് പിന്നീട് 22 ആയി ഉയർത്തുമെന്നും ആദ്യ സ്റ്റോപ്പ് തിരുവനന്തപുരത്തായിരിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞിരുന്നു. തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, ആലുവ, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയായിരിക്കും സ്റ്റേഷനുകൾ. എറണാകുളത്ത് ബൈപ്പാസിനോട് അടുപ്പിച്ചായിരിക്കും സ്റ്റേഷൻ വരിക. കാസർഗോഡ് നിന്ന് യാത്രക്കാർ കുറവാണെന്നാണ് പഠനം കണ്ടെത്തിയതെന്നും അതുകൊണ്ട് കാസർഗോഡ് ഒഴിവാക്കിയതാണെന്നും ശ്രീധരൻ വിശദീകരിച്ചിരുന്നു. പാലം തൂണുകളുടെ പണി കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നീട് ആവശ്യമുണ്ടാകില്ലെന്നും മുഴുവൻ തുക നൽകിയാണ് ജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുകയെന്നും ശ്രീധരൻ പറഞ്ഞിരുന്നു. അതേസമയം പണി കഴിഞ്ഞാൽ റെയിൽവേക്ക് ആ ഭൂമി ആവശ്യമില്ല. അത് ഉടമയ്ക്ക് വ്യവസ്ഥകളോടെ തിരികെ നൽകും. ചെറിയ തുക വർഷം തോറും റെയിൽവേക്ക് നൽകേണ്ടി വരും. 70% എലിവേറ്റഡ് ആകും പാത, 20% ടണലിലായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ്. ടണലാണെങ്കിലും ജനങ്ങൾ പേടിക്കേണ്ടില്ലെന്നും ശ്രീധരൻ പറഞ്ഞിരുന്നു. അതേസമയം സ്ഥലം ഏറ്റെടുക്കുന്ന ചുമതല സംസ്ഥാനത്തിനായിരിക്കുമെന്നും ആകെ 430 കിലോമീറ്റർ ആയിരിക്കും ദൂരം. 4 ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി ഒരേ സമയം പ്രവൃത്തി നടത്തിയാൽ 5 വർഷത്തിനകം പൂർത്തീകരിക്കാനാകുമെന്നും ശ്രീധരൻ വ്യക്തമാക്കിയിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.